ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാൻ എന്തൊക്കെ നടപടിയെടുത്താലും ഇസ്രായേൽ ഇറാനെ തവിട് പൊടിയാക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തിരിച്ചടി ഗുരുതരമായിരിക്കും എന്നാണ് ഇസ്രായേൽ പറയുന്നത്. മാത്രമല്ല, ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങളിതിൽ പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് ഇസ്രായേലിനോട് പറഞ്ഞു. ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമേനിയുടെ വീടടക്കം സ്കെച്ച് ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കളി നെതന്യാഹുവിനോട് വേണ്ട എന്ന മുന്നറിയിപ്പ്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ സ്ത്രീ മരിക്കുകയും 63 പേർക്ക് പരിക്കുമുണ്ടായി. ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രം ലക്ഷ്യം വച്ച ഇറാൻ ആക്രമിക്കാൻ സാധിച്ചില്ല. മറിച്ച് ടെൽ അവീവിന്റെ എവിടെയെങ്കിലും പോയി മിസൈൽ വിടട്ടെ എന്ന രീതിയിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ മിസൈൽ വിടുകയായിരുന്നു. മുമ്പ് ഹമാസും ഇസ്രായേലിലേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ വിടുന്ന അതേ രീതിയിലാണ് ഇറാൻ സ്വീകരിച്ചത്. ഇറാൻ തിരിച്ചടിച്ചപ്പോൾ വെള്ളിയാഴ്ച രാത്രി ഇസ്രായേലിലുടനീളം സൈറണുകൾ മുഴങ്ങി. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലും ജെറുസലേമിലും സ്ഫോടനങ്ങൾ കേട്ടു. ഇസ്രായേലിലേക്ക് 100 കണക്കിന് ബലസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതായി ഇറാന്റെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ IRNA പറയുന്നുണ്ട്. ഇറാനെ തകർക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള പിന്മാറ്റത്തിനും അവർ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇറാൻ ഏതൊക്കെ തരത്തിലുള്ള നീക്കം നടത്തിയാലും ഒരു തലത്തിലും ഇസ്രായേലിനെ തകർക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയാണ്. വെള്ളിയാഴ്ച ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാൻ ഇസ്രായേലിനെയും ആക്രമിച്ചു. തങ്ങളുടെ ശത്രുവായ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയാനാണ് ഇസ്രായേൽ ഇതുവരെയുള്ളതിൽ വച്ച് ഏറ്റവും വലിയ ആക്രമണം നടത്തിയത്. ശനിയാഴ്ച പുലർച്ചെ ഇസ്രായേലിലെ 2 വലിയ നഗരങ്ങളായ ടെൽ അവീവ്, ജെറുസലേം എന്നിവിടങ്ങളിൽ വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങി. സൈറൻ മുഴങ്ങിയ ഉടനെ 2 നഗരങ്ങളുടെയും ആളുകൾക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകി. ഇറാനിയൻ മിസൈലുകളെ തടയാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യവും പറയുന്നു. ഇസ്രായേലി സൈന്യത്തിന്റെ കണക്കനുസരിച്ച് ഇറാനിൽ നിന്ന് ഡസൻ കണക്കിന് മിസൈലുകൾ തൊടുത്തുവിട്ടു. അവയിൽ ചിലത് തടഞ്ഞു. ഈ ഇറാനിയൻ ആക്രമണങ്ങളിൽ ഇസ്രായേലിന് എന്ത് നഷ്ടങ്ങളോ ആളപായങ്ങളോ ഉണ്ടായി എന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് വന്നിട്ടില്ല. ജെറുസലേമിൽ സ്ഫോടന ശബ്ദം കേട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഇസ്രായേലിനെ തകർക്കാൻ ഇറാന് ഒരിക്കലും കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യം ഇറാൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാൻ തുടർച്ചയായി നിരവധി മിസൈൽ ആക്രമണങ്ങളാണ് നടത്തിയത്. ആക്രമണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു. വ്യക്തമായ നിർദ്ദേശം ലഭിച്ചതിന് ശേഷം മാത്രമേ സുരക്ഷിത സ്ഥാനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാവൂ എന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ സ്ഫോടനം നടന്നതായാണ് റിപ്പോർട്ട്. ഇവിടെ നിന്ന് പുകപടലങ്ങൾ ഉയർന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ ആക്രമണം തുടങ്ങിയതോടെ ഇസ്രായേൽ മുഴുവൻ അപായ സൈറണുകൾ മുഴങ്ങുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ടെൽ അവീവിലേക്കാണ് ആക്രമണം നടക്കുന്നത്. സെൻട്രൽ ഇസ്രായേൽ, ജെറുസലേം എന്നിവിടങ്ങളിലേക്ക് മിസൈൽ എത്തി. വൻ സ്ഫോടന ശബ്ദങ്ങൾ തുടരുന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മിസൈൽ പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുന്നതായും ഇസ്രായേൽ അറിയിച്ചു. മിസൈൽ പതിച്ചതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പോസ്റ്റ് ചെയ്യരുതെന്ന് ഇസ്രായേൽ പറയുന്നു. ശത്രുക്കൾ അത് നോക്കിയിരിക്കുകയാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിലേക്ക് 100-ലധികം മിസൈലുകൾ അയച്ചതായി ഇറാൻ വ്യക്തമാക്കി. ഇസ്രായേലിന് യുദ്ധം തുടങ്ങിവെച്ചതെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമനേയി പറയുന്നു. ചെയ്ത കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കില്ല. തിരിച്ചടിക്ക് സൈന്യം ഒരുങ്ങിയതായാണ് ആയത്തുള്ള അൽ ഖമനേയി പറയുന്നത്. ഇസ്രായേലി ഫൈറ്റർ ജെറ്റ് പൈലറ്റിനെ പിടികൂടിയതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ സൈന്യത്തെ ഉദ്ധരിച്ച് ഇറാൻ തസ്നീം ന്യൂസാണ് ഇത് പുറത്തുവിടുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഒരിക്കലും ഇത്തരമൊരു നീക്കം, അതായത് ഇറാന്റെ ഏത് നീക്കത്തെയും തടയാൻ ഇസ്രായേലിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇസ്രായേൽ കട്ടയ്ക്ക് തന്നെ മുന്നോട്ട് പോകും. ഒരു തരത്തിലുമുള്ള പിന്മാറ്റത്തിന് ഇസ്രായേൽ തയ്യാറാവില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, നിലനിൽപ്പിന് വേണ്ടി അവർ പോരാടുകയാണ്. ആ പോരാട്ടത്തിൽ
എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഇസ്രായേൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷെ ആളുകൾക്കൊക്കെ ഒരു ഭയമുണ്ട്, ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണോ ഇത് പോകുന്നതെന്ന്. ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ ശക്തമായി തിരിച്ചടിച്ച് ഇറാൻ. ടെല്ലവീവിന്റെ വിവിധയിടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചു. ജെറുസലേമിൽ വലിയ സ്ഫോടനമുണ്ടായി. ഇറാന്റെ ഡ്രോൺ ആക്രമണമാണ് പൂർണ്ണമായും നടന്നത്. ഇതിനിടെ മിസൈലും പ്രയോഗിച്ചു. ഇസ്രായേലും ആക്രമണം തുടരുകയാണ്. ഇറാൻ ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന ഇസ്രായേൽ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു. ഇറാന്റെ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. ഇതോടെ മധ്യപൂർവ്വദേശം കലുഷിതമായി മാറുകയാണ്. ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് പറയുന്നത്. ഇസ്രായേൽ യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്നും അവകാശപ്പെടുന്നുണ്ട് ഇറാൻ. എന്നാൽ ഇതെല്ലാം ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട്. ഇസ്രായേൽ തലസ്ഥാനത്തേക്ക് മിസൈൽ മഴ അയക്കുകയായിരുന്നു ഇറാൻ. മഹാഭൂരിപക്ഷവും അയൺ ഡ്രോൺ തകർത്തെങ്കിലും ടെൽ അവീവിൽ വരെ ചിലത് നിലംപതിച്ചു എന്നാണ് റിപ്പോർട്ട്. ഇതിൽ നിരവധി ഇസ്രായേലികൾക്കും പരിക്ക് പറ്റി. ഇതിന് പിന്നാലെ നോക്കിയിരിക്കാതെ നിമിഷ നേരം കൊണ്ട് ഇസ്രായേലിന്റെ തിരിച്ചടിയുമുണ്ടായി. അത് അതിഭീകരമായിരുന്നു. അമേരിക്കയുമായുള്ള ചർച്ചകൾ അവസാനിപ്പിച്ച് യുദ്ധം പ്രഖ്യാപിച്ച് ഇറാനും മുന്നോട്ട് പോകുമെന്നാണ് പ്രതികരണം. ഇതോടെ ലോകം യുദ്ധമുനയിലേക്ക് പോകുന്നുവെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയും കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ പിന്തുണ അറിയിച്ചിരുന്നു. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്നതാണ് അമേരിക്കയുടെ ആവശ്യം. ഇതിന് ഇറാൻ തയ്യാറുമല്ല. ആണവ കരാറിൽ ഇറാൻ ഉടൻ ഒപ്പിടാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അതിശക്തമായ യുദ്ധം നടക്കും. ഇറാൻ എല്ലാ പരിധിയും വിട്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ടെഹ്റാൻ വിമാനത്താവളം ആക്രമിച്ചുവെന്നും സൂചനയുണ്ട്. അറബ് രാഷ്ട്ര തലവന്മാരുമായി അമേരിക്കൻ പ്രസിഡന്റ് ഫോണിൽ സംസാരിച്ചു. ഇസ്രായേലിൽ ഇറാൻ കനത്ത ആക്രമണം നടത്തുന്നെന്നാണ് സൂചന. ജെറുസലേമിലെ ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം. നിരവധി പേർ മരിച്ചെന്ന് ഇറാൻ അവകാശപ്പെട്ടു. എന്നാൽ ഒരാൾ മരിച്ചെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. വെള്ളിയാഴ്ച രാവിലെ ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ സൈന്യത്തിലെ ഉന്നതരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണം നടന്നതിന് പിന്നാലെ രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ഇറാൻ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇതിന് പിന്നാലെയാണ് വൈകുന്നേരത്തോടെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മധ്യപൂർവ്വദേശത്ത് അശാന്തിയുടെ തീ പടർത്തി ഇറാനിൽ വീണ്ടും ഇസ്രായേലിന്റെ കനത്ത മിസൈൽ ആക്രമണം നടന്നതാണ് വിലയിരുത്തൽ. തെക്കൻ ടെഹ്റാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ആക്രമണം തുടരുകയാണെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഭൂഗർഭ ആണവ സംവിധാനങ്ങൾ സുരക്ഷിതമാണെന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഇറാനും പ്രത്യാക്രമണം നടത്തുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡ്രോൺ ഉപയോഗിച്ച് ടെല്ലവീവിലും ജെറുസലേമിലും ഇറാൻ ആക്രമണം നടത്തിയതാണ് വിവരം. ഇസ്രായേലിൽ മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങി. ഇറാനിലേക്ക് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറന്നതായി സൂചനയുണ്ട്. ഇസ്രായേലിന്റെ പോർവിമാനം വെടിവെച്ചിട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് ഇസ്രായേലിന്റെ സൈനിക വക്താവ് നിഷേധിച്ചു. ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി പറയുന്നു. ഇതിനിടെ ഇസ്രായേലിലേക്ക് ഹൂതി വിമത ഡ്രോൺ ആക്രമണം നടത്തി. ഇറാന്റെ ആക്രമണം സാധാരണക്കാരുടെ നേരെയാണെന്ന് ഇസ്രായേൽ ആരോപിച്ചു. ഇറാൻ പരിധികൾ ലംഘിച്ചെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്.